നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി ഗൗതം ഗംഭീർ എത്തിയ ശേഷം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായി അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതി ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. T20യിൽ തുടർച്ചയായി 9 മത്സരങ്ങളിലാണ് സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടിയത്. ഇതിൽ 7ലും അദ്ദേഹം ഓപ്പണറാവുകയും ചെയ്തിരുന്നു. 3 സെഞ്ചുറികളോടെയാണ് ടീം മാനേജ്മെന്റ് തന്നിലർപ്പിച്ച വിശ്വാസത്തോട് സഞ്ജു പ്രതികരിച്ചത്. T20യിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോൾ അദ്ദേഹം ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഏകദിനത്തിലും സഞ്ജുവിനെ ടീമിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയെടുക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്തുന്നത്. ഏകദിനത്തിലും മലയാളി താരത്തിന് തുടരെ അവസരം നൽകാനുള്ള പ്ലാനുകൾ അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞതായാണ് സൂചനകൾ. അടുത്ത വർഷം ജനുവരിയിൽ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര നടക്കുന്നത്. നാട്ടിൽ നടക്കാനിരിക്കുന്ന കടുപ്പമേറിയ 3 മത്സരങ്ങളുടെ ഈ പരമ്പരയിൽ സുപ്രധാന റോള് സഞ്ജുവിനെ ഏൽപ്പിക്കാനാണ് ഗംഭീർ ആലോചിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. T20യിലേതുപോലെ തന്നെ ഏകദിനത്തിലും സഞ്ജു സാംസന് തൽക്കാലത്തേക്ക് ഓപ്പണിംഗ് റോള് ഉടൻ ലഭിക്കാൻ സാധ്യത ഇല്ല. പകരം മധ്യനിരയിലായിരിക്കും അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുക. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവതാരം ശുഭ്മാൻ ഗില്ലുമാണ് ഏകദിനത്തിൽ നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് സെറ്റുകൾ അല്ലെങ്കിൽ ജോഡികൾ. കൂടാതെ യുവതാരം യശസ്വി ജയ്സ്വാളും അവസരം കാത്ത് പുറത്തു നിൽക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള അടുത്ത ഏകദിന പരമ്പര ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു ടീം കോമ്പിനേഷൻ ഈ പരമ്പരയിലൂടെ കണ്ടെത്താനായിരിക്കും ഗൗതം ഗംഭീറിന്റെ ശ്രമം. ഇന്ത്യക്ക് വേണ്ടി ടോപ്പ് 3യിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗില്ല, വിരാട് കോഹ്ലി എന്നിവരുടെ സ്ഥാനം മാറില്ല. പക്ഷേ 4ാം നമ്പറിൽ ടീമിന് മാച്ച് വിന്നറായ ഒരു താരത്തെ വേണ്ടതുണ്ട്. ശ്രേയസ് അയ്യരാണ് ശ്രീലങ്കയുമായുള്ള അവസാനത്തെ ഏകദിന പരമ്പരയിൽ ഈ റോള് നിർവഹിച്ചത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. KL രാഹുലും മധ്യനിരയിലേക്ക് മത്സര രംഗത്തുണ്ട് എങ്കിലും സമീപകാലത്തെ മോശം ഫോം തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ ഈ റോള് സഞ്ജുവിന് നൽകാനാണ് ഗംഭീർ ആലോചിക്കുന്നത്. T20യിൽ അത്ര മികച്ച റെക്കോർഡ് ഇല്ല എങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും കൂടുതൽ ഇമ്പാക്റ്റുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഋഷഭ് പന്തിന് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്നും മാറ്റി നിർത്തില്ല. ഋഷഭും സഞ്ജു സാംസണും ഒരുമിച്ച് ടീമിനായി കളിക്കാനിറങ്ങും. സഞ്ജു 4ാം നമ്പറിൽ ബാറ്റ് വീശുമ്പോൾ 5ാമനായാണ് ഋഷഭ് കളിച്ചേക്കുക. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് തന്നെ ആയതിനാൽ തന്നെ മലയാളി താരത്തിന് സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോള് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ പരമ്പരയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനായാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്കും സഞ്ജുവിന് വിളിയെത്തിയേക്കും. ഏകദിനത്തിൽ ഇന്ത്യക്കൊപ്പം വളരെ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ. 16 മത്സരങ്ങളിൽ നിന്നായി 14 ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും 56.66 എന്ന ഗംഭീര ശരാശരിയിൽ 510 റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ഏകദിനത്തിലാണ് കരിയർ ബെസ്റ്റ് സ്കോറായ 108 റൺസ് സഞ്ജു കുറിച്ചത്. ഏകദിനത്തിൽ അദ്ദേഹം കളിച്ച അവസാനത്തെ മത്സരവും അതുതന്നെയായിരുന്നു. ഈ വർഷം ശ്രീലങ്കയിൽ നടന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ സഞ്ജു തഴയപ്പെടുകയായിരുന്നു.